ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചരണ പരിപാടികൾ പൊടിപൂരമാകുമ്പോൾ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന പർവേഷ് വർമ്മക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും അതുപോലെ ആം ആദ്മി പാർട്ടി പ്രതിനിധികളും നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പണം വിതരണം ചെയ്തുവെന്നതാണ് ആം ആദ്മിയുടെ പരാതി. ന്യൂഡൽഹി മണ്ഡലത്തിലാണ് ഇരുവരും മത്സരിക്കുന്നത്. പരാതിയിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് നൽകണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിക്കെതിരെ ആം ആദ്മി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ബി.ജെ.പി കൃത്രിമത്വം കാണിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടി ബി.ജെ.പിക്കെതിരെയും ഉന്നയിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പ് ബി.ജെ.പി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 ഓഗസ്റ്റ് 20-നും ഒക്ടോബർ 20-നും ഇടയിലായി നടന്ന അവലോകനത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ 1,06,873 വോട്ടർമാരാണുള്ളത്. എന്നാൽ ഡിസംബറിന്റെ അവസാന ഘട്ടത്തിൽ ബി.ജെ.പി 5000-ഓളം വോട്ടുകൾ വെട്ടിക്കളയുവാനും പുതുതായി 7,500 വോട്ടുകൾ ഉൾപ്പെടുത്താനും അപേക്ഷ നൽകിയെന്നതാണ് ആം ആദ്മി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 12% വോട്ടുകൾ കൃത്രിമം കാണിക്കുവാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ചുരുക്കം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ന്യൂഡൽഹി ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് വർമ്മ. കെജ്രിവാളും പർവേഷ് വർമ്മയും മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് 3 തവണ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവായ ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ വീറും വാശിയുമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ബി.ജെ.പിയുടെ സാധ്യതകൾക്ക് മങ്ങലേറ്റിട്ടുമുണ്ട്.